കൗസല്യേ, നമ്മുടെ ആ ക്രഷർ യൂണിറ്റിന്റെ കാര്യം ശ്രീഹരിയെ ഏൽപ്പിച്ചാലോ? അവനാവുമ്പോ അങ്ങനെ നടത്തി പരിചയമുണ്ട്. ആളും മിടുക്കനാ അല്ലേടി? ശ്രീഹരിയെ പറ്റി മോടെ അഭിപ്രായം എന്താ? ശ്രീഹരി എന്നല്ല, സ്ത്രീഹരി എന്ന് അവന് പേരിടണ്ടേ. ദുർബലൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെയോ അവനൊരു വശപ്പിശകില്ലേ? അത് മോക്ക് വെറുതെ തോന്നുന്നതാ. കൈമളുടെ എല്ലാ ബിസിനസ്സും നോക്കി നടത്തുന്നത് അവനാ. കാണാനോ സുന്ദരൻ, നല്ല വിദ്യാഭ്യാസമുണ്ട്, മറ്റു സ്വഭാവ ദൂഷ്യങ്ങളൊന്നുമില്ല. എവിടെയോ ഒരു കല്യാണാലോചന മണക്കുന്നുണ്ടല്ലോ അച്ഛാ. അങ്ങനെ ഒരു ആലോചന വന്നാലോ? ഉടനെ വേണ്ടെന്ന് പറയണം. എനിക്ക് അവനെ കാണുന്നതേ ശനിയാ. ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും ശക്തിയില്ലാത്തവൻ. അത് ശരി. അപ്പോ ശക്തിക്കാണ് പ്രാധാന്യം. എടി വച്ചേ, ആപത്തിൽ സഹായിച്ചവനായതുകൊണ്ട് ചിലപ്പോ വല്ല സ്നേഹമോ ആരാധനയോ ഒക്കെ തോന്നാം എന്ന് കരുതി മനസ്സിൽ വേറെ വല്ല ചിന്തയുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചേക്ക്. അത് ഇവിടെ നടക്കുകയില്ല. അച്ഛൻ ശക്തിയാണോ ഉദ്ദേശിച്ചത്? ഓ, ഇപ്പൊ അവനാണല്ലോ ഇവിടുത്തെ ഹീറോ. അതെ, ഹീറോ തന്നെയാ. എന്താ കുഴപ്പം? അച്ഛൻ കണ്ടുപിടിച്ച കോന്തനെക്കാളും നല്ലവനാ. നിർത്തടി. അച്ഛനും മോളും തുടങ്ങി. പൊടി. നിങ്ങൾക്കിങ്ങനെ ബുദ്ധിയില്ലാണ്ടായി പോയല്ലോ മനുഷ്യ. അതെങ്ങനെയാ? തലയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? ഇതാണ് നിങ്ങളുടെ പ്രശ്നം. മൂക്കത്താ ശുണ്ടി എടുത്തു ചാട്ടു. ശാന്തമായിട്ട് ഒന്നും ചിന്തിക്കില്ല മനുഷ്യ. അവള് പറഞ്ഞതുപോലെ അവക്കിഷ്ട ശക്തിയോടാണെങ്കിൽ നമ്മൾ ജയിച്ചു. പിന്നെ ഈ വിനായകന്റെ ശക്തിയൊക്കെ തമ്മിലടിച്ച് വീഴുന്നത് നമുക്ക് കണ്ടൂടെ? അതിനിടയിൽ നമുക്ക് അവളെ വിവാഹം കഴിച്ചു കൊടുത്തേക്കാം. നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടോ? പിന്നെ നിങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിച്ചത്? നിങ്ങളിപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞ പോലെയൊക്കെ ആയില്ലേ? മനോജാ, ആദ്യത്തെ ലാഭവിഹിതം. ശരി. ഇതവനല്ലേ ചന്ദ്രൻ? ഇവനിതെന്നെത്തി? ഇവന്റെ കയ്യിലെ വിനായകനെ തല്ലി കുടിച്ചത്. വിനായകനെ പേടിച്ചെന്ന് നാട് വിട്ടതാ. ഇപ്പൊ അവന്റെ ജാടകം. അളിയ ഫുൾ മസിൽ പിടിച്ചിറങ്ങിക്കോ. എല്ലാരും കാണാനുണ്ട്. അളിയ ഒരു 500 രൂപ ഞാൻ 500 പണ്ട് ഉത്സവ കമ്മിറ്റി ഫണ്ടിൽ നിന്ന് 4500 രൂപ അറിയാതെ ഞാൻ എടുത്തതിന് ഈ തിരുനടയിൽ വെച്ച് എന്റെ വലത് കൈ തല്ലി ഓടിച്ചവനാ വിനായകൻ. അവനും അറിയട്ടളിയാ ഞാനും അളിയനെ പോലെ കാശുകാരനാണെന്ന്. ചിത്രം കാണിക്കല്ലളിയാ. 500 രൂപ കാണിക്ക ഇട്ടേക്കാം. ദൈവത്തിനും എന്തെങ്കിലും വേണ്ടേ? ഭഗവാനെ, ഡെയിലി 500 രൂപ കാണിക്ക ഇട്ടേക്കാമേ. പണക്കാരനായ എന്നെ രക്ഷിക്കണമേ. മേനോച്ചനെ ഒന്ന് കാണാനിരിക്കായിരുന്നു. മേനോച്ചൻ കുറെ കാലമായി ക്ഷേത്രത്തിലേക്ക് ഒന്നും ചെയ്യാറില്ല. ഇക്കുറി അത് പറ്റില്ല. കാശൊക്കെ ആയില്ലേ? ഒരു 3 ആനയെങ്കിലും ഏൽക്കണം. ആയിക്കോട്ടെ, 3 or 4 ആയിക്കോട്ടെ. ഒരു 10 വരെ നമ്മൾ ചെയ്യും. എന്നാ ഉത്സവം മൊത്തം ഞാൻ നടത്താം. ഞാൻ അമ്മാവനെ കാണാൻ വന്ന ശക്തിയുടെ ഈ പാറപ്പറമ്പിന്റെ ഡോക്യുമെന്റ്സ് ഞാൻ കൊടുത്തു വിട്ടിരുന്നു. അമ്മ കിഴക്കേ മഠത്തെ കൊണ്ട് വിവാഹത്തിന്റെ സമയം കുറിപ്പിച്ചു. ആരുടെ? കുട്ടിയുടെയോ അതോ കോലിന്റെയോ? എന്റെ ഇന്ദുവിന്റെയും. അത് ശരി. എന്നിട്ട് എങ്ങനെ? കല്യാണം കഴിഞ്ഞാല് അവള് നിന്നെ എടുത്തോണ്ട് നടക്കുമോ അതോ നീ അവളെ എടുത്തോണ്ട് നടക്കുമോ? പോവാനോ? എന്റെ മകളെ കല്യാണം കഴിക്കാൻ നീ ആരാടാ?
എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടോ? ഒരു പെണ്ണിനെ സംരക്ഷിക്കാനുള്ള ആരോഗ്യം ഉണ്ടോ? പിന്നെ എന്തിന്റെ പേരിലാണ് എന്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ചിട്ടുള്ളത്? ജീവിതത്തിൽ ഒരേ ഒരു തെറ്റേ ഈ മാധവമേനോ ചെയ്തിട്ടുള്ളൂ. എന്റെ മകൾ ഇവന് എന്നൊരു പാഴ്വാക്ക് പണ്ട് പറഞ്ഞു പോയിട്ടുണ്ട്. വളർന്നു വരുന്നത് ഇങ്ങനെ ഒരുത്തനാണെന്ന് ഞാൻ അറിഞ്ഞോ? പറയട്ടെ. തനിക്കൊരു മകളുണ്ടെങ്കിൽ ഇവന് കല്യാണം കഴിച്ചു കൊടുക്കുമോ? ഇല്ലല്ലോ. അല്ല, ഇയാടെ കാര്യം പോട്ടെ. ഈ നിൽക്കുന്നതിൽ ആരെങ്കിലും ഇവര് കല്യാണം കഴിച്ചു കൊടുക്കുമോ? എടാ, നിന്നെക്കാരിൽ എത്രയോ ഭേദമാടാ നിന്റെ കൂട്ടുകാരനാ ശക്തി. നിന്നെ ചുമന്നോണ്ട് നടക്കുന്ന ഒരൊറ്റ കുറവ് മാത്രമേ അവനുള്ളൂ. പിന്നെ അവൻ അവളോടൊരു ചെറിയ താല്പര്യം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവൾക്കും ഇഷ്ടമാണെങ്കിലേ ഞാനതൊക്കെ നടത്തും. പെണ്ണ് ചോദിക്കാൻ വന്നിരിക്കുന്നു. ചന്ദ്ര, വണ്ടി ഇറ. എന്റെ മകളെ കല്യാണം കഴിക്കാൻ നീ ആരാടാ? എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടോ? ഒരു പെണ്ണിനെ സംരക്ഷിക്കാനുള്ള ആരോഗ്യം ഉണ്ടോ? പിന്നെ എന്തിന്റെ പേരിലാണ് എന്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ചിട്ടുണ്ടത്? വിഷമിക്കരുത്. ഇന്ദുവിനെ കാണാൻ പോയ അന്ന് മുതൽ അവന്റെ മാറ്റങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. പക്ഷേ അവൻ ഇങ്ങനെ ചതിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. മിണ്ടരുത്. ശക്തിയെക്കുറിച്ചൊരു വാക്കുപോലും നീ ഒന്നും പറയണ്ട. ഓടല്ല. വേണ്ട, പറഞ്ഞ പ്രകാരം ചെയ്തിട്ടുണ്ട്. സൂക്ഷിക്കണേ കുഞ്ഞെ. ഇവിടുന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കി തരാതിരിക്കുന്നത്? പിടിച്ചാൽ അകത്ത, ജാമ്യം പോലും കിട്ടില്ല. എന്നെ ചതിക്കരുത്. താൻ പേടിക്കണ്ടോ, ഞാൻ ചതിക്കില്ല. ആര് ചതിച്ചാലും. ഇപ്പൊ ഇതിനെ എങ്ങനെ ഇടണം? ഇരിക്കട്ടാ, ശത്രുക്കൾ കൂടി വരികയല്ലേ. അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങള്? അത് എന്താന്ന് വെച്ചാ കുഞ്ഞിങ്ങ് തന്നാ മതി. അബൂട്ടി, വരി. എന്നാ ഞാനങ്ങോട്ട്. ആ ശക്തി, എങ്ങനെയുണ്ട് സാധനം? കൊള്ളാം. നമ്മുടെ അമ്പലക്കോല വെച്ച് ഞാൻ മാധവമേനോനെ കണ്ടിരുന്നു. പുള്ളിക്കാരൻ അവിടെ വെച്ച് എനിക്കിട്ട് നന്നായിട്ടൊന്ന് കൊട്ടി. നാട്ടുകാർ മുഴുവൻ കേട്ടു. നീ അറിഞ്ഞായിരുന്നോ? ഞാനത് വലിയ കാര്യമാക്കി എടുത്തിട്ടൊന്നുമില്ല. കാരണം ഇന്ദുവിനോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവതരിപ്പിച്ച് വിവാഹക്കാരി ഉറപ്പിച്ച് നീയാണല്ലോ അല്ലേ? എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുമോ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഹലോ,
ആ പറയടാ, എന്താ വിശേഷം? ആ ആ ആ ആരാ വിളിച്ചേ? എൻ്റെ ഫ്രണ്ടാ, അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാനറിയാത്തൊരു ഫ്രണ്ടോ? ആ ചെല്ല് പോയിട്ട് വാ, വേഗം വരണം. കല്യാണത്തിന് ഇനി അധികം സമയമൊന്നുമില്ല. ആ ശരി. ഒന്നാമത് അമ്മയും കൂടെ ഇവിടെ ഇല്ല. ആ വേഗം ചെല്ലേ. ശക്തി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആ ഗൗഡിയുടെ കയ്യിൽ നിന്ന് എന്നെ എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി അവൾ അങ്ങനെയൊക്കെ പറഞ്ഞ്. അതിങ്ങനെയൊക്കെ ആയി തീർന്ന് ഇവള് പോലും കരുതിയതല്ല. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എന്നെ വിശ്വസിച്ച വിനായകൻ ആധാരം ചെയ്തു തന്നെ. ഇനി പറഞ്ഞ ദിവസം പറഞ്ഞ മുഹൂർത്തത്തിൽ കല്യാണം നടന്നില്ലെങ്കിൽ രണ്ടിനെ ഞാൻ പച്ചയ്ക്ക് വയ്ക്കും. ശക്തി പ്ലീസ്, അവൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. ശക്തി പറയുന്ന പോലെ എനിക്ക് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല.